അപ്പൊ ജിമ്മ് വരെ ഒന്ന് പോയിട്ട് വരാം. 2, 3 ദിവസമായി ആ പരിസരത്തേക്കൊക്കെ പോയിട്ട്. ലീവ് എടുക്കാനുള്ള കാരണം ഒന്ന് സൺഡേ ആയതുകൊണ്ടും പിന്നെ ഒന്ന് സിൻസൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് ഒരു മടി അത്രേ ഉള്ളൂ. പിന്നെ എണീറ്റ് പോയി ഇന്ന്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് മണക്കണ എന്താ വെച്ചാൽ മുല്ലപ്പൂവാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് സുട്ടതല്ല. അതായത് അവർക്ക് പൂക്കച്ചവടമാണ്. അപ്പൊ അവിടെ 2, 3 അങ്ങനെ കൊഴിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെടുത്തു. പിന്നെ രാവിലെ നടക്കുമ്പോഴുള്ള സുഖം ഇതാണ്. നിങ്ങൾ തന്നെ കണ്ടു. കേട്ടില്ലേ? ഈ സൗണ്ട് ചുമ്മാ എത്തന വരെ കേൾക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഈ നടക്കുന്നത് കാണിക്കാണ്ട് ഇന്ന് പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. പാലക്കാടുള്ളവർക്ക് എല്ലാവർക്കും ഈ ഗ്രാമവും ഈ കുളവും ഈ വഴിയൊക്കെ നല്ല പരിചയം ഉണ്ടാവും. പിന്നെ എന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇവരാണ്. ഇവന്റെ ഡാഡിന്റെ റോഡ് പോലെയാണ് ഇവർ കിടക്കുന്നത് കണ്ട. മനുഷ്യൻ ആ വഴി പോകുമ്പോഴത്തേനും പേടിച്ച് വേർത്ത് കുളിച്ചിട്ടാണ് പോവല്. പിന്നെ പട്ടി കടിക്കുമോ എന്നുള്ള പേടിയല്ല. അത് അടുത്ത് വന്നാൽ തന്നെ എനിക്ക് പേടിയാണ്. അതാണ് പ്രശ്നം. അപ്പൊ കടിക്കുമെന്ന് പേടിയില്ല വെച്ചാൽ അത് പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ വീട് ഞാൻ എപ്പോൾ പോകുമ്പോഴും ഈ വീട്ടിൽ ആരെയും കണ്ടിട്ടില്ല. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ നോക്കി പോകും. എന്തോ ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തി. പിന്നെ ഈ പാർക്ക് അറിയാത്ത ആൾക്കാരുണ്ടോ? നമ്മുടെ ചൈൽഡ്ഹുഡ് ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ അടിച്ചു പൊളിച്ചത് ഈ പാർക്കിലല്ലേ. അങ്ങനെ അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കണം. പിന്നെ അങ്ങനെ ഞാൻ ജിമ്മിലെത്തിയിട്ട് ഞാൻ അങ്ങനെ ക്ലിപ്സ് ഒന്നും എടുത്തില്ല. കാരണം ബാക്കിയുള്ളവർക്ക് കംഫർട്ട് അല്ലാതെ ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാത്തത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. സത്യത്തിൽ നടന്നാൽ മതിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓട്ടോയിൽ കയറി വീടെത്തിയപ്പോൾ സന്തോഷമായി. അങ്ങനെ റൂമും എത്തി. പിന്നെന്താ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇന്നാ ഓക്കെ പോയിട്ട് വരാം. ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ സബ്സ്ക്രൈബ്. ബൈ.